ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ആശയങ്ങളുടെ പ്രഭാസമിളക്കിയ പുതുവത്സരമായിരിക്കട്ടെ ഈ വർഷം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. 2025 ജനുവരി 1 പുതിയ തുടക്കം. പുതുമയാർന്ന സങ്കല്പങ്ങൾക്കായി കോടഞ്ചേരി മീഡിയയ്ക്കൊപ്പം കൂടെയുണ്ട്. വിശ്വസനീയമായ വാർത്തകളും നിങ്ങളുടെ പ്രിയപ്പെട്ട ചിന്തകളും പങ്കുവെക്കാൻ. 2025 പ്രതീക്ഷയോടെ വരവേറ്റ് ലോകം. നാടും നഗരവും ആഘോഷലഹരിയിൽ. ആർപ്പുവിളികളോടെയും ആഘോഷത്തോടെയും 2025 വരവേറ്റ് ലോകം. ലോകം കണ്ണും കാത്തിരുന്നപ്പോൾ പുതുവത്സരത്തെ ആദ്യം വരവേറ്റത് കിരിബാത്തി ദ്വീപാണ്. ഇന്ത്യ പുതുവത്സരം ആഘോഷിക്കുന്നതിനേക്കാൾ 8.5 മണിക്കൂർ മുന്നേ ആയിരുന്നു ദ്വീപിലെ ആഘോഷം. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 14 മണിക്കൂർ മുന്നിലായിരുന്നു ഇത്. കിരിബാത്തിക്ക് ശേഷം ന്യൂസിലാൻഡ്, തോഗലൗ, ടോങ്ക തുടങ്ങിയ പസഫിക് ദ്വീപുകളുമാണ് പുതുവത്സരം ആഘോഷിച്ചത്. ഫിജി, റഷ്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളും പുതുവത്സരത്തെ വരവേറ്റു. കേരളത്തിൽ കോവളം, വർക്കല, ഫോർട്ട് കൊച്ചി, കോഴിക്കോട് തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, സ്ഥാനമൊഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പുതുവത്സര ആശംസകൾ നേർന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി നടക്കുന്നത് അവസാനവട്ട ശ്രമം. കേണപേക്ഷിച്ച് അമ്മ പ്രേമകുമാരി. കൊച്ചി, യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് അവസാനവട്ട ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണെന്ന് അവിടെ പ്രവർത്തിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം അറിയിച്ചു. കൊല്ലപ്പെട്ട തലാൽ അബ്ദുമത്തിയുടെ കുടുംബവുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 1 ശേഷം പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ആശ്വാസദനം സ്വീകരിച്ചു നിമിഷയുടെ മോചനത്തിന് തലാലിന്റെ കുടുംബം സമ്മതിക്കേണ്ടതുണ്ട്. 2 ദിവസത്തിനകം കാര്യങ്ങളിൽ വ്യക്തത വരും. അതിനിടെ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ അഭിപ്രായ ഭിന്നതകൾ നിമിഷയുടെ മോചനത്തിന് വിഘാതമാകാതിരിക്കാനുള്ള ശ്രമങ്ങൾക്കും തുടക്കമായി. 2 ഘട്ടമായി 40 ലക്ഷത്തോളം രൂപ യമനിലേക്ക് കൈമാറിയെന്നും എന്നാൽ ചർച്ചയുടെ പുരോഗതി സാമുവൽ ജെറോം കൃത്യമായി അറിയിച്ചില്ലെന്നും കൗൺസിൽ അംഗം സുഭാഷ് ചന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിമിഷയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവച്ച സാഹചര്യത്തിൽ സാമുവൽ ജെറോം അടക്കം ആരുടെ സഹായം സ്വീകരിച്ചും നിമിഷയുടെ ജീവൻ രക്ഷിക്കുക തന്നെയാണ് കൗൺസിലിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവച്ചത്. നിമിഷയുടെ ദയാഹർജി അനുവദിക്കാതെയുള്ള ഈ നടപടിയോടെ 1 മാസത്തിനകം വധശിക്ഷ നടപ്പാകുമെന്നതാണ് സ്ഥിതി. നിമിഷയുടെ മോചനം സാധ്യമാകാൻ ഇനി കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം ആശ്വാസദനം സ്വീകരിച്ചു മാപ്പ് നൽകണം. അതിനുള്ള ചർച്ചകളാണ് നടക്കാനുള്ളത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. കേണപേക്ഷിച്ച് പ്രേമകുമാരി. മകളുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി. കഴിഞ്ഞ ഏപ്രിൽ 20 യമനിലേക്ക് പോയ അവർ അവിടെ നിന്നുള്ള വീഡിയോ സന്ദേശത്തിലാണ് ഈ അപേക്ഷ മുന്നോട്ട് വച്ചത്. നിമിഷയുടെ ശിക്ഷ നടപ്പാക്കാൻ ഇനി ഏതാനും ദിവസങ്ങളെയുള്ളൂ എന്നാണ് ഇന്നലെ ഞാനറിഞ്ഞത്. ആ ജീവൻ രക്ഷിക്കാനായി എല്ലാവരും സഹായിക്കണം. എന്റെ അവസാനത്തെ അപേക്ഷയാണിത്. കേന്ദ്ര സർക്കാരടക്കം എല്ലാവരും കൈകോർത്ത് ശ്രമിക്കണം. ആക്ഷൻ കൗൺസിലിലെ ഓരോ മക്കളും നിമിഷയുടെ മോചനത്തിനായി ഇത്രയും കാലം സഹായിച്ചു. അവളുടെ ജീവൻ രക്ഷിക്കാനായി കഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും നന്ദി, പ്രേമകുമാരി പറഞ്ഞു. സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രം. ന്യൂഡൽഹി. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വധശിക്ഷ വാർത്ത സ്ഥിരീകരിച്ച മന്ത്രാലയം മോചനത്തിനായി കുടുംബാംഗങ്ങൾ എല്ലാ വഴികളും തേടുന്നുണ്ടെന്നും ഇതിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും പറഞ്ഞു. യമനിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ലെന്നതാണ് പ്രധാന വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ പരിമിതമായ ഉദ്യോഗസ്ഥ സഹായം മാത്രമേ അവിടെ ക്രമീകരിക്കാൻ സാധിക്കൂ. പ്രതിഭയുടെ മകനെ പിടികൂടി. ചുമതലയേറ്റ 3-ാം മാസം എക്സൈസ് കമ്മീഷണർ തെറിച്ചു. ആലപ്പുഴ. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി.കെ. ജയരാജനെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റി. കഴിഞ്ഞ ദിവസം പ്രതിഭ എംഎൽഎയുടെ മകൻ കനിവ് ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ ഗഞ്ചാവുമായി എക്സൈസ് പിടികൂടിയതിന് പിന്നാലെയാണ് നടപടി. സ്ഥലം മാറ്റം നേരത്തെ തീരുമാനിച്ചതാണെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം. സർവീസിൽ നിന്ന് വിരമിക്കാൻ 5 മാസം മാത്രമാണ് കൊല്ലം സ്വദേശിയായ ജയരാജനുള്ളത്. ജില്ലയിലെ മദ്യമാഫിയക്കെതിരെ ജയരാജ് കർശന നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. ആലപ്പുഴയിൽ ചുമതലയേറ്റ് 3 മാസം ആവുന്നതിനിടെയാണ് പെട്ടെന്നുള്ള സ്ഥലം മാറ്റം. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ സ്ഥലം മാറ്റത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നായിരുന്നു എക്സൈസ് മന്ത്രി എം.വി. രാജേഷിന്റെ പ്രതികരണം. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശത്തിന് കൂട്ടത്തോടെ എത്തി സി.പി.എം നേതാക്കൾ. തലശ്ശേരി. ബി.ജെ.പി പ്രവർത്തകൻ വടക്കുംപാട്ട് നിഖിൽ കൊല്ലപ്പെട്ട കേസിലെ പ്രതി വടക്കുംപാട്ട് ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശത്തിൽ പങ്കെടുത്ത് സി.പി.എം സംസ്ഥാന കമ്മിറ്റി അംഗം പി. ജയരാജൻ, ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി. ദിവ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ. പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ചടങ്ങിനെത്തി. ചുവന്ന റിബൺ മുറിച്ചു ഗൃഹപ്രവേശം ഉദ്ഘാടനം ചെയ്തത് പി. ജയരാജനാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പരോളിലിറങ്ങിയ പ്രതി മുഹമ്മദ് ഷാഫിയും പങ്കെടുത്തു. 2008 മാർച്ച് 5-നാണ് നിഖിൽ കൊല്ലപ്പെട്ടത്. കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ശ്രീജിത്ത് ഇപ്പോൾ പരോളിലാണ്. കൊലപാതകത്തെ സി.പി.എം തള്ളിപ്പറഞ്ഞിരുന്നു.
കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പറഞ്ഞു. വ്യക്തിപരമായ ചടങ്ങുകളിൽ പോവുകയെന്നത് ഔചിത്യമാണ്. കേസുകളിൽ പ്രതിചേർക്കപ്പെടുന്നവരും മനുഷ്യരാണെന്ന കാര്യം ഓർക്കണം. അവർക്ക് മാതാപിതാക്കളും കുടുംബവുമുണ്ട്. ഗൃഹപ്രവേശത്തിന് ക്ഷണിച്ചത് ശ്രീജിത്തിന്റെ അച്ഛനാണെന്നും ജയരാജൻ പറഞ്ഞു. പുതുവത്സരം കാണുക 16 തവണ. ബഹിരാകാശത്ത് സുനിത വില്യംസിന്റെ വ്യത്യസ്ത ആഘോഷം. ബഹിരാകാശത്ത് സുനിത വില്യംസ് പുതുവത്സരം ആഘോഷിക്കുക 16 തവണ. ബഹിരാകാശത്ത് സുനിത ഉൾപ്പെടെ 72 പേരാണ് നിലവിലുള്ളത്. ഇവർ ഓരോ തവണ ഭൂമിയെ ഭ്രമണം ചെയ്യുമ്പോഴും 16 സൂര്യോദയവും 16 സൂര്യാസ്തമനവും കാണുന്നു. അതുകൊണ്ടുതന്നെ 2025 ജനുവരി 1 കാലദിക്രം കറങ്ങിയെത്തുമ്പോൾ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഭൂഗോളത്തെ ചുറ്റുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് 16 തവണ പുതുവത്സരം ലഭിക്കും. 2024 ജൂണിലായിരുന്നു സുനിത ബഹിരാകാശത്തെത്തിയത്. 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ് സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റിൽ ഭൂമിയിൽ നിന്ന് പോയ സുനിതയും സഹപ്രവർത്തകനും സാങ്കേതിക കാരണങ്ങളാൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. 2025 മാർച്ചിൽ സുനിത ഭൂമിയിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിൽ ഇന്നു മുതൽ വലിച്ചെറിയൽ വിരുദ്ധ വാരം. കോഴിക്കോട് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2025 ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധവാരം ആചരിക്കുകയാണ്. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം സജ്ജമായി വരുമ്പോഴും പൊതുനിരത്തുകളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇപ്പോഴും കാണുന്നു. ഇത് പ്രതിരോധിക്കുവാനുള്ള ശക്തമായ ഇടപെടൽ അനിവാര്യമാണ്. ഇതിന്റെ ഭാഗമായി സ്ഥിരമായി വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ പ്രസ്തുത സ്ഥലങ്ങൾ വൃത്തിയാക്കുകയും തുടർന്ന് വലിച്ചെറിയില്ല എന്ന് ഉറപ്പുവരുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ വലിച്ചെറിയൽ ശീലങ്ങൾ ഇല്ലാതാക്കുവാനുള്ള വ്യത്യസ്തങ്ങളായി വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊപ്പം പൊതുജനങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാവണമെന്ന് ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു. കോടഞ്ചേരിയിൽ കായികോത്സവം. കോടഞ്ചേരി 14 ജില്ലകളിൽ നിന്നുമായി 540 കായിക താരങ്ങളും 40 ഒഫീഷ്യൽസും കായിക പ്രേമികളുമായി 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന സംസ്ഥാന സീനിയർ സോഫ്റ്റ് ബേസ്ബോൾ മാമാങ്കത്തിനാണ് കോടഞ്ചേരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 3 ദിവസം നീണ്ടുനിൽക്കുന്ന പുരുഷ, വനിതാ വിഭാഗം സംസ്ഥാന സീനിയർ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജനുവരി 10 കോടഞ്ചേരി സെന്റ് ജോസഫ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. നിലവിലെ ചാമ്പ്യന്മാർ പുരുഷ വിഭാഗത്തിൽ മലപ്പുറവും വനിതാ വിഭാഗത്തിൽ കോഴിക്കോടുമാണ്. 1300 സ്ക്വയർ ഫീറ്റിൽ പണിതീർന്ന അസോസിയേഷന്റെ സംസ്ഥാന ഓഫീസ് വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും 10 വൈകുന്നേരം 4 മണിക്ക് നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തെലങ്കാനയിൽ നടന്ന സബ് ജൂനിയർ യൂത്ത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായ കേരള ടീം അംഗങ്ങളെ ആദരിക്കും. പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കോടഞ്ചേരി പറപ്പറ്റ ചെമ്പുകടവ് റോഡിൽ പുതിയ പാലത്തിന് സമീപം പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പുതിയ പാലത്തിന്റെ സമീപന റോഡുകൾ നിർമ്മിക്കുന്നതിനായി എടുത്തിട്ട മണ്ണിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ ഇവിടെ ചെളിയായ അവസ്ഥയിലാണ്. അധികൃതർ ഇതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ആനക്കാമ്പയിൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുനാൾ. ആനക്കാമ്പയിൽ സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ജനുവരി 3, 4, 5 തീയതികളിൽ നടക്കും. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ മഹോത്സവം 3 വെള്ളിയാഴ്ച കൊടിയേറും. കാര്യപരിപാടികൾ. 2025 ജനുവരി 3 വെള്ളി വൈകുന്നേരം 4:15 കൊടിയേറ്റ്, 4:30 വിശുദ്ധ കുർബാന ഫാദർ അഗസ്റ്റിൻ പാട്ടാനിയിൽ, 6:30 മെഗാ ഷോ. 2025 4 ശനി രാവിലെ 7:30 പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. വൈകുന്നേരം 5 ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം ലതീന് ഫാദർ ടോമി കുളത്തൂർ. 7:30 പ്രദക്ഷിണം കുരിശടിയിലേക്ക്. 8 മണിക്ക് സമാപന ആശീർവാദം, വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം. 5 ഞായർ രാവിലെ 7 വിശുദ്ധ കുർബാന. 9:30 ആഘോഷമായ പാട്ട് കുർബാന സന്ദേശം ഫാദർ മാർട്ടിൻ മാണിക്കനാം പറമ്പിൽ SDB മാമ്പറ്റ. ലതീന് പ്രദക്ഷിണം, സമാപന ആശീർവാദം. ഉച്ചയ്ക്ക് 12:30 നേർച്ച ഭക്ഷണം. നെല്ലിപ്പൊയിൽ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ തിരുനാളാഘോഷവും സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും. കോടഞ്ചേരി മഞ്ഞുവയൽ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയ തിരുനാളാഘോഷവും സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും. 2025 ജനുവരി 9, 10, 11 തീയതികളിൽ നടക്കും. കാര്യപരിപാടികൾ. 2025 ജനുവരി 9 വ്യാഴം വൈകുന്നേരം 5 ഗ്രോട്ടോ വെഞ്ചിരിപ്പ്. 5:15 വിശുദ്ധ കുർബാന. നൊവേന. 6:30 ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിരിപ്പ്. ഉദ്ഘാടനം ഫാദർ ജോയ്സ് വയലിൽ, രൂപത വികാരി ജനറൽ. ഇടവക ദിനാഘോഷ പരിപാടികൾ. 10 വെള്ളി വൈകുന്നേരം 5 തിരുനാൾ കൊടിയേറ്റ്. 5:15 വിശുദ്ധ കുർബാന. നൊവേന. 7 ബൈബിൾ നാടകം. 11 ശനി രാവിലെ 6:30 വിശുദ്ധ കുർബാന. നൊവേന. വൈകുന്നേരം 5:30 തിരുനാൾ കുർബാന. ലതീന്. തുടർന്ന് ആകാശവിസ്മയം. 12 ഞായർ രാവിലെ 6:30 വിശുദ്ധ കുർബാന. നേർച്ച കാഴ്ചകൾ. വൈകുന്നേരം 5 തിരുനാൾ കുർബാന. ലതീന്. പ്രദക്ഷിണം, സമാപന ആശീർവാദം.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.